സംഷാദ് മരക്കാർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അദ്ദേഹം ടെലിഫോൺ ലൈനിലുണ്ട് എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശ്രീ സംഷാദ്, കേൾക്കാമോ? കേൾക്കാം. ഈ തുടർച്ചയായ ആക്രമണം ആണ് ഉണ്ടാകുന്നത്. അതിനു മുമ്പ് ഇപ്പോൾ മരണപ്പെട്ട ആളുടെ കൂടുതൽ വിശദാംശങ്ങൾ എന്തെങ്കിലും താങ്കൾക്ക് ലഭ്യമായിട്ടുണ്ടോ? നമുക്ക് പ്രാഥമികമായി ലഭ്യമായ വിവരം ബാലൻ 27 വയസ്സാണ്. കറുപ്പൻ എന്ന് പറയുന്ന അവരുടെ മകനാണ് അദ്ദേഹം ആ പ്രദേശത്തെ ഉന്നതിയിൽ താമസിക്കുന്ന ആളാണ്. വൈകുന്നേരം അദ്ദേഹം ചൂരൽമലയിൽ വന്ന് സാധനങ്ങളെല്ലാം വാങ്ങി തിരിച്ചു പോയതാണ്. അപ്പൊ രാവിലെ ആയിട്ടും കാണാത്തത് കൊണ്ട് അവര് തന്നെ ആ പ്രദേശത്തെ ഉന്നതിയിലെ ആളുകൾ നടത്തിയ ഒരു തെരച്ചിലിന്റെ ഭാഗമായി കണ്ടെത്തിയപ്പോഴാണ് അദ്ദേഹത്തിന്റെ കൊല്ലപ്പെട്ട രീതിയിൽ കണ്ടെത്തിയത്. ആ പ്രദേശം, അതായത് ആക്രമണം നടന്നു എന്ന് പറയുന്ന പ്രദേശം വനപ്രദേശമല്ല, അത് എസ്റ്റേറ്റ് ആണ്, ആ വഴിയാണ്. അതിലെ ആളുകൾ അവരുടെ കാര്യങ്ങൾക്ക് സ്ഥിരമായി പോവുകയും എന്നാൽ തോട്ടം തൊഴിലാളികളടക്കം ഉപജീവന മാർഗത്തിന് വേണ്ടി തേയില ചപ്പ് നുള്ളാൻ വേണ്ടി പോകാൻ ഉപയോഗിക്കുകയും മറ്റു ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന വഴിയാണ്. ഈ സ്ഥലത്താണ് അപകടം ഉണ്ടായത് എന്നുള്ളതാണ് പ്രാഥമിക വിവരം. പക്ഷെ ഇതിനകത്തുള്ള ഗൗരവമായ വിഷയം, ഈ മുണ്ടക്കൈ ചൂരൽമല എന്ന് പറയുന്ന ദുരന്ത ഭൂമിയുടെ ഭാഗം, പുഞ്ചിരിമട്ടം, മുണ്ടക്കൈ, ചൂരൽമല, അതിനുശേഷം ബെയിലി പാലം, അത് കഴിഞ്ഞ് അട്ടമല. ഈ മുണ്ടക്കൈയിലും പുഞ്ചിരിമട്ടത്തും കഴിഞ്ഞ മാസം വലിയ രീതിയിൽ കാട്ടാനയുടെ ശല്യമുണ്ട് എന്നും കൃഷിയിടങ്ങൾ അടക്കം നശിപ്പിക്കുന്നു എന്നുള്ളതും അവിടെ നിരന്തരമായി, കാരണം അവിടുത്തെ ആളുകൾ മുഴുവൻ അവിടെ നിന്ന് മാറി മറ്റു പല മേഖലയിലും താമസിക്കുമ്പോൾ അവരുടെ കൃഷിഭൂമി മാത്രമാണ് അവിടെയുള്ളത്. അതിനകത്ത് കാർഷിക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇവരവിടെ പകൽ സമയത്ത് പോവുകയും വൈകുന്നേരം തിരിച്ചു വരികയും ചെയ്തു. പക്ഷെ വൈകുന്നേരങ്ങളിൽ വ്യാപകമായ രീതിയിൽ കാട്ടാനയുടെ ശല്യമുണ്ട് എന്ന് മാധ്യമങ്ങളിലും പത്രങ്ങളിലും മീറ്റിങ്ങുകളിലും ഒക്കെ ചർച്ച ചെയ്യുകയും ഫോറസ്റ്റിന്റെ ഉദ്യോഗസ്ഥരോട് കൃത്യമായി അവിടെ ഒരു നിരീക്ഷണവും ശ്രദ്ധയും ഉണ്ടാവണമെന്ന് നിർദ്ദേശം നൽകിയതാണ്. കാരണം അവിടെ കറണ്ട് ഇല്ല. നോഗോ സോണിനകത്ത് ഉൾപ്പെടുന്ന പ്രദേശത്ത് വൈദ്യുതി ഇല്ലാത്തത് കൊണ്ട് വൈകുന്നേരങ്ങളിൽ വലിയ ഇരുട്ടും ആൾതാമസം ഇല്ലാത്തതുകൊണ്ട് കാടുകൾ രൂപപ്പെടുകയും ചെയ്ത് വിജനമായൊരു പ്രദേശമായി ആ പ്രദേശം മാറിയിട്ടുണ്ട്. അതുകൊണ്ട് കാട്ടാനകൾക്ക് കുറച്ചുകൂടി സ്വസ്ഥതയിൽ ആ പ്രദേശത്ത് അവർ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ് ആളുകളുടെ ആക്ഷേപം. ഇത് ഫോറസ്റ്റിന് അറിയാത്ത കാര്യമല്ല. കാരണം ഫോറസ്റ്റിന് ഇത് കൃത്യമായി അറിയാം. ഇത് ശ്രദ്ധിക്കണമെന്ന് മീറ്റിങ്ങുകളിലടക്കം പറയുകയും ചെയ്തതാണ്. അതിന്റെ തൊട്ടടുത്ത് അട്ടമലയിലാണ് ഇന്ന് അപകടം ഉണ്ടായത്. അതായത് മുണ്ടക്കൈയിലും പുഞ്ചിരിമട്ടത്തും കാട്ടാനയുടെ സാന്നിധ്യം മാസങ്ങളായുണ്ട്. അതിന്റെ ഫലമായി ഇന്ന് അട്ടമലയിൽ ഒരു മരണം സംഭവിക്കുമ്പോൾ ഫോറസ്റ്റ് എന്ത് നടപടിയാണ് ഇതിനകത്ത് സ്വീകരിച്ചതെന്ന് കൃത്യമായി പറയണം. കാരണം അവർക്ക് അറിയില്ല എന്ന് അവർക്ക് പറയാൻ കഴിയില്ല. അവിടെ നിന്ന് 4 കിലോമീറ്റർ മാത്രം മാറിയുള്ള പുത്തുമല റേഞ്ചിലാണ് ഫോറസ്റ്റ് ഓഫീസ് ഇരിക്കുന്നത്. പുത്തുമലയിൽ നിന്ന് 4 കിലോമീറ്റർ അപ്പുറം കാട്ടാനയുടെ സാന്നിധ്യം ഉണ്ടെന്ന് ജനങ്ങൾ അറിയിക്കുന്നു, മാധ്യമങ്ങൾ അറിയിക്കുന്നു, മീറ്റിങ്ങുകളിൽ അറിയിക്കുന്നു, ചാനലുകളിൽ വരുന്നു. അവർക്കും അറിയാം. എന്നിട്ട് അവരെന്ത് നടപടി സ്വീകരിച്ചു? അതിനെ തുരത്തി മാറ്റണം എന്ന് നമ്മൾ പറഞ്ഞതാണ്. അത് തുരത്തി മാറ്റിയിരുന്നു എങ്കിൽ ഇന്ന് ഈ അപകടം സംഭവിക്കില്ലായിരുന്നു. അല്ലെങ്കിൽ നൈറ്റ് പട്രോളിംഗ് വേണം, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരുടെ സേവനം വേണം, വാച്ചർമാരുടെ സേവനം വേണം എന്നെല്ലാം പറഞ്ഞതാണ്. പക്ഷേ അതുകൊണ്ടാണ് ആളുകൾ ഇപ്പോൾ അവിടെ പ്രതിഷേധം ഉണ്ടാക്കുന്നത്. കാരണം ഈ ആനയുണ്ട് എന്നുള്ളതും അവിടെ കൃഷി നശിപ്പിക്കുന്നതെന്നും ഇവരോട് പറഞ്ഞിട്ട് ഇവർ ഒരു നടപടി സ്വീകരിക്കാതിരുന്ന ആളുകളാണ് ഫോറസ്റ്റുകാർ. ഇന്ന് മന്ത്രി 2 മണിക്ക് ഉന്നതതല യോഗം വിളിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. എന്തിനാണ് ഈ യോഗം? ഈ ചെയ്യേണ്ട കാര്യങ്ങൾ വനം വകുപ്പ് ചെയ്തോ ഇല്ലേ എന്ന് മന്ത്രി പരിശോധിക്കണ്ടേ? കാരണം ഇത് അറിയില്ല എന്ന് എങ്ങനെയാ വനം വകുപ്പ് പറയുക? അറിയില്ല എന്ന് പറഞ്ഞാൽ വനം വകുപ്പിൽ ഒരു ഉദ്യോഗസ്ഥന് പത്രം വായിക്കാത്ത ആളാണോ? ഒരു ഉദ്യോഗസ്ഥന് ചാനലിൽ വാർത്ത കാണാത്ത ആളാണോ? ഒരാൾ പറഞ്ഞാൽ പരാതി കേൾക്കാത്ത ആളാണോ? ഇവർക്ക് അറിയാമല്ലോ അവിടെ ആനയുടെ സാന്നിധ്യമുണ്ട്, കൃഷി നശിപ്പിക്കുന്നു. കൃഷി എന്ന് പറഞ്ഞാൽ താങ്കൾ ചിലപ്പോൾ അത് കണ്ടിട്ടുണ്ടാവും. ചെറിയ രീതിയിലുള്ളതല്ല, തെങ്ങടക്കം വ്യാപകമായി മറിച്ചിട്ട് പോവാണ് കാട്ടാനകൾ. ഞങ്ങൾ ആ വാർത്ത നൽകിയിരുന്നതാണ്. ഒരുപക്ഷെ ഒരു കൊടുങ്കാറ്റൊക്കെ ഉണ്ടാകുന്ന ഭൂപ്രദേശത്തിന്റെ അവസ്ഥയായിരുന്നു. ഞങ്ങൾ ആ വാർത്ത റിപ്പോർട്ട് ചെയ്തത് തന്നെ ആ നിലയിലാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് കൃത്യമായും മനസ്സിലാകും. അതാണ് ഇപ്പൊ നമ്മൾ അടക്കം താങ്കൾക്ക് പോലും അറിയാം അവിടുത്തെ ഈ വിഷയത്തെ കുറിച്ച്. അതിന് 4 കിലോമീറ്റർ പുറത്തുള്ള ഫോറസ്റ്റുകാർ ഇത് അറിയണ്ടേ? അവരോട് പറഞ്ഞതാണ്. ഏറ്റവും അവസാനം ചൂരൽമലയിലെ ആളുകളുമായി ബന്ധപ്പെട്ട ലിസ്റ്റ് തയ്യാറാക്കുന്ന മീറ്റിംഗിൽ ഞാനടക്കമുള്ള ജനപ്രതിനിധികൾ, കളക്ടറും അടക്കം പങ്കെടുക്കുന്ന മീറ്റിംഗിൽ നമ്മൾ പറഞ്ഞു അവിടെ വൈദ്യുതി അടിയന്തരമായി പുനഃസ്ഥാപിക്കണം. കാരണം അപ്പൊ പറഞ്ഞു നോ ഗോ സോണിൽ വൈദ്യുതി സ്ഥാപിക്കാൻ പറ്റില്ല. ഇനിയിപ്പോ അതൊരു തർക്കമാണ്. കാരണം ആൾതാമസം വേണ്ട എന്ന് പറയുന്ന സ്ഥലത്ത് വൈദ്യുതി വേണ്ട, അതിന്റെ അപകടം. അപ്പൊ ഞങ്ങൾ തന്നെയാണ് അവരോട് പറഞ്ഞത് അവിടെ നിങ്ങൾ വീടുകളിൽ വൈദ്യുതി കൊടുത്തില്ലെങ്കിലും സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിക്കണം. കാരണം അവിടെ വന്യമൃഗ ശല്യം വർദ്ധിച്ചു വരുന്നുണ്ട്. ഗോ സോണിൽ എല്ലായിടത്തും വൈദ്യുതി എത്തിക്കണം. അവിടെ ഒരു ക്രമീകരണം വേണം. കാരണം ഇത് ജനം അവിടെ നിന്ന് നമ്മളോട് പറയുന്നത് കൊണ്ടാണ് നമ്മളിത് പറയുന്നത്. പക്ഷെ ഇത് ഒരു ഗൗരവത്തിലും ഫോറസ്റ്റ് ഉൾക്കൊണ്ടിട്ടില്ല. അത് ഉൾക്കൊണ്ടിരുന്നു എങ്കിൽ ആളുകൾക്ക് ഈ പ്രതിഷേധം ഉണ്ടാവില്ല. കാരണം അവർക്കും അറിയാൻ കഴിയും ഫോറസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ആളുകൾ ഒരു പരിധിവരെ സംയമനം പാലിക്കും. കാരണം ഫോറസ്റ്റിന് കഴിയാവുന്ന കാര്യങ്ങൾ ചെയ്തു എന്നെങ്കിലും ബോധ്യപ്പെടുത്തണ്ടേ? അതൊന്നും ചെയ്യാതെ ഒരു അപകടം ഉണ്ടാകുമ്പോൾ അവിടെ ചെന്ന് ഇൻക്വസ്റ്റ് തയ്യാറാക്കാനും ബോഡി എടുക്കാനും പോസ്റ്റ്മോർട്ടം ചെയ്യാനും 10 ലക്ഷമോ 11 ലക്ഷമോ നഷ്ടപരിഹാരം കൊടുക്കാനും മാത്രമല്ലല്ലോ ഒരു ഫോറസ്റ്റ് ഓഫീസ് ഉണ്ടാവേണ്ടത്.
ചെയ്യേണ്ട കാര്യങ്ങൾ ഒരു തരത്തിലും ഫോറസ്റ്റ് ഈ വിഷയത്തിൽ, ഞാൻ ഇന്നലത്തെ വിഷയത്തിൽ പോലും ഫോറസ്റ്റ് സഡൻ ആയ ഒരു ആക്രമണമാണ്. ആന വളരെ പെട്ടെന്ന് വരുന്നു, വളരെ പെട്ടെന്ന് ആക്രമണം ഉണ്ടാകുന്ന ഒരാൾ മരണപ്പെടുന്നു. അവരുടെ വാദം നമ്മൾ അംഗീകരിച്ചു, കാരണം അവിടെ ആനയുടെ സാന്നിധ്യം അവർക്ക് അറിയാൻ കഴിഞ്ഞില്ല. അത് ശരിയാണ്. നമ്മൾ ഇന്നലെ ഈ വാദം നമ്മൾ പറഞ്ഞിട്ടില്ല. ഇന്ന് നമ്മളിത് പറയാൻ കാരണം, ഒരു മാസമായി അവിടെ കാട്ടാന ശല്യം ഉണ്ട് എന്നറിഞ്ഞിട്ടാണ് വനം വകുപ്പിന്റെ ആളുകൾ അവരെന്ത് ചെയ്തു എന്ന് പറയട്ടെ. യെസ്, തീർച്ചയായും കഴിഞ്ഞ ദിവസവും ഇത്തരത്തിൽ ഞങ്ങൾ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ നേരത്തെ ഈ കാട്ടാനയുടെ ആക്രമണത്തെക്കുറിച്ച് മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്ന ഒരു സ്ത്രീക്ക് ജീവൻ നഷ്ടപ്പെടുന്നു കാട്ടാന ആക്രമണത്തിൽ. ഞങ്ങൾ ഇന്നലെ ആ വാർത്ത നൽകിയതാണ്. ഇതിപ്പോൾ ഈ വനമേഖലയോട് ചേർന്ന് ജീവിക്കുന്നവരൊക്കെ ഒരു പരിധിവരെയെങ്കിലും ഈ ആക്രമണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ അവർക്ക് സാധിക്കേണ്ടതാണ്, ആദിവാസി വിഭാഗത്തിലൊക്കെ പെട്ടവർ. പക്ഷേ അവർ പോലും മരണത്തിന് കീഴടങ്ങേണ്ടി വരുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. ശ്രീ സംഷാദ്. അതെ, അവർക്ക് ഇതിനെക്കുറിച്ച്, കാരണം ഈ മുണ്ടക്കയിലും ഈ ചൂരൽമലയിലും പുഞ്ചിരിമട്ടത്തും കാട്ടാന സാന്നിധ്യം ഉണ്ടാകുമ്പോൾ അട്ടമലയിലേക്ക് ഇത് വരുമെന്നുള്ള പ്രതീക്ഷ അവർക്ക് ഉണ്ടാവില്ല. കാരണം അവിടെ നിന്ന് കുറച്ചുകൂടി ദൂരം ഇപ്പുറത്താണ്. അതായിരിക്കാം അവരുടെ ഒരു പ്രതീക്ഷയായി നിന്നത്. പക്ഷെ ആനകൾ വലിയ രീതിയിൽ സ്വൈര്യവിഹാരം നടത്തുകയാണ് ആ മേഖലയിൽ. അതിനെ ഈ ജനവാസ മേഖലയിലേക്ക് വരാതെ, കൃഷിഭൂമിയിലേക്ക് വരാതെ മാറ്റേണ്ടതിന് ഉത്തരവാദിത്തം ഫോറസ്റ്റിനാണ്. ആനകൾ സഡനായി വന്നോ ആക്രമിക്കുന്നതിൽ ഫോറസ്റ്റിന് വാദമുണ്ട്. ഞങ്ങൾക്ക് പെട്ടെന്നുള്ള ആക്രമണമായതുകൊണ്ട് ആനയുടെ സാന്നിധ്യം അറിഞ്ഞില്ല എന്ന് പറയാം. ഇതിൽ അവർക്ക് ഒരു കാരണവശാലും ഈ സാന്നിധ്യം അറിഞ്ഞില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കാൻ കഴിയില്ല. ഒരു മാസമായി അവിടുത്തെ ജനങ്ങൾ മീറ്റിങ്ങുകളിൽ, പത്രങ്ങളിൽ, താങ്കൾ അടക്കം പറഞ്ഞ ചാനലുകളിൽ നിരന്തരം ഈ വാർത്ത വരികയും അവർക്ക് അറിയാവുന്ന കാര്യമാണ്. പക്ഷെ ഒരു തരത്തിലുള്ള നടപടിയും വനം വകുപ്പ് സ്വീകരിച്ചില്ല. കാരണം വനം വകുപ്പ് നടപടി സ്വീകരിച്ചിരുന്നെങ്കിൽ ജനത്തിന് മനസ്സിലാവും. കാരണം അവർ ശ്രമിച്ചിട്ടില്ല. ശ്രമിക്കാത്തത് കൊണ്ടാണ് ആദ്യം ആൾതാമസം ഇല്ലാത്ത പ്രദേശത്ത് വന്ന് കൃഷി നശിപ്പിച്ചു, പിന്നീട് ആൾതാമസം ഉള്ള സ്ഥലത്തേക്ക് വന്നു, ഒരു ജീവൻ നമുക്ക് നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. ആ കുടുംബത്തിന്റെ നഷ്ടം ആര് നികത്തും? അതിനി നമ്മൾ ജനപ്രതിനിധികളെന്ന് നമ്മൾ അവരെ എങ്ങനെയാണ് ആശ്വസിപ്പിക്കേണ്ടത്? ഇതിനകത്ത് നമ്മളുടെയൊക്കെ ഏറ്റവും വലിയ പ്രയാസം എന്നത് ഓരോ മരണ വീടുകളിലും പോയി എന്താണ് ഇവരോട് പറയേണ്ടത് നമ്മൾ. അപ്പൊ ഇത് ചെയ്യേണ്ട ഉത്തരവാദിത്വം ചെയ്യാതെ ഇരിക്കുന്നത് ഗുരുതരമായ പ്രയാസങ്ങൾ ഉണ്ടാക്കുകയാണ്. വനം വകുപ്പ് മന്ത്രി ഉന്നതതല മീറ്റിംഗ് വിളിച്ചുകൊണ്ട് ഇതിനകത്ത് പ്രശ്നമല്ല, ഇതുവരെ ചെയ്യാത്ത കാര്യങ്ങളെ കുറിച്ച് അദ്ദേഹത്തിന് അറിയ പോലുമില്ല. പിന്നെ അദ്ദേഹം എന്ത് മീറ്റിംഗായി വിളിക്കാൻ നിൽക്കുന്നു? റൈറ്റ്. എന്തായാലും വളരെ നന്ദി ഞങ്ങളോട് പ്രതികരിച്ചതിന്.